ഹലോ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ പുതിയ ചെടി ഇത് പുതിയ ചെടിയോ? എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശാമിക പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ വൈകുന്നേരത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറവുണ്ട്. അന്നേരം ഞങ്ങളിതാ ടെറസിൻ്റെ മുകളിലേക്കൊന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ചെടികളെല്ലാം മഴ പെയ്ത് വെള്ളത്തിനകത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെടിയൊക്കെ കുറേ ചെടികളൊക്കെ ചീഞ്ഞൊക്കെ പോയി. അപ്പം പിന്നെ ഇനിയിപ്പം മഴയൊക്കെ കുറഞ്ഞിട്ട് വീണ്ടും ചെടി പച്ചക്കറിയൊക്കെ നട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞ് നോക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കിന് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ എടുത്ത ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം മഴ പെയ്ത് കുറച്ച് ഉച്ച വരെ കുറച്ച് മഴ വെയിലുണ്ടായിരുന്നേ. അത് ഉച്ച കഴിഞ്ഞ് ചെറുതായിട്ടൊന്നൊരു ചാറ്റൽ മഴ പോലെ പെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേര സമയം ഞങ്ങൾ മഴയ്ക്ക് മുമ്പ് വൈകുന്നേരം എന്നും ടെറസിൽ വന്ന് ഞാൻ നടക്കുമായിരുന്നേ. അപ്പോൾ ഇപ്പം വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് പതുക്കെ ഒന്ന് നടന്നേക്കാലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഇല്ലാത്ത സ്ഥലത്തു കൂടെ ഞാനൊന്ന് നടക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ വന്ന് നടക്കുമായിരുന്നേ. ഞാനങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശാമിക അവിടെ ഇരുന്ന് കളിക്കുവാണ് കേട്ടോ. ശാമിക സ്ഥിരം ഇവിടെ ഇരുന്നാണ് കേട്ടോ കളിക്കുന്നത്. കല്ലും മണ്ണും ഒക്കെ എടുത്ത് ചിരട്ടയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ റെഡിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ കപ്പളങ്ങ ചെടിയിലൊരു പൂ നിൽക്കുന്ന കണ്ടത് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാമെന്നേ. ചെറിയൊരു ചട്ടിക്കകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ വാട്ടർ ബോട്ടിലിനകത്ത് ഈ ക്യാനിനകത്ത് ഇങ്ങനെ നട്ട് വെച്ചതാണ് കേട്ടോ. അതിൽ പൂവൊക്കെ ഉണ്ടായി, പക്ഷേ ഇനി കായ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ പൂ ഉണ്ടായപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത്രയും ചെറിയ ഒരു ഇതിൽ പൂ ഉണ്ടായല്ലോ എന്ന് ഓർത്തേ. പിന്നെ താഴെ ഇറങ്ങി വന്ന് വൈകിട്ട് നമ്മുടെ ശാമികയ്ക്ക് വെജിറ്റബിൾ റൈസ് വേണമെന്ന് പറഞ്ഞു. ചിക്കൻ കൊണ്ട് ബിരിയാണിയൊക്കെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. റൈസ് ഇങ്ങനെ എന്ത് ബസുമതി റൈസ് ആണെങ്കിലും ജീര റൈസ് ആണെങ്കിലും കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഇതുപോലെ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കിന് ശാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടെങ്കിൽ ആൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മിക്ക ദിവസവും ഇങ്ങനെ ഇതുപോലെ ചുമ്മാ തട്ടിക്കൂട്ട് റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ബിരിയാണിയാണെന്ന് പറഞ്ഞാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ബിരിയാണി കുതിച്ചാണ്. അപ്പം എനിക്ക് രാത്രിയിൽ ചോറ് വേണ്ട, എനിക്ക് ഇത് മതി, റൈസ് മതി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ച് അതെല്ലാം കൂടെ ഇട്ട് വേവിച്ച് വെച്ച് റൈസൊക്കെ ഇട്ട് അങ്ങനെ അത് റെഡിയാക്കി എടുത്തു കേട്ടോ വൈകിട്ടത്തേക്കിന്. അപ്പോഴത്തേക്കിന് ഒരു 6:30 ആയപ്പോഴത്തേക്കിന് ഹസ്ബൻഡ് വന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പം ഞാനും ശാമികയും ചായയൊക്കെ കുടിച്ചിട്ടാണ് ടെറസിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത്. അപ്പം ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹസ്ബൻഡിന് ചായയും കൊടുത്ത് ചക്ക വറുത്തതുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക വറുത്തതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് അമ്മ കൊറിയർ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ മീനും മേടിച്ചുകൊണ്ട് വന്നേ, ഒഴുകൽ മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ മീനൊക്കെ ക്ലീനൊക്കെ ചെയ്ത് കറിയൊക്കെ വെച്ച് കുറച്ച് എടുത്ത് പീര വെച്ച് കേട്ടോ. ഒരു ശകലം എടുത്ത് പീര വെച്ചത് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് പീരയും വെച്ച് പിന്നെ ബാക്കി വറക്കാനും കൂടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വൈകിട്ടത്തെ വിശേഷം എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആൾ വന്ന് ഫ്രിഡ്ജിനകത്തുനിന്ന് വനില എസൻസ് ഒക്കെ എടുത്തിട്ട് ചോദിക്കും ഇത് കഴിക്കാവുന്നതാണോ ജ്യൂസാണോ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വെക്കാനൊക്കെ പറഞ്ഞ് എടുത്ത് വെപ്പിച്ചു കേട്ടോ. ഇങ്ങനെ എപ്പോഴും വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കി ഓരോന്ന് അതിനകത്ത് ഇങ്ങനെ എടുത്ത് കൊടുത്തൊക്കെ ഇടയ്ക്ക് നമ്മുടെ ശാമിക എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശാമികയ്ക്ക് റൈസൊക്കെ കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കര ഇതായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വൈകുന്നേരത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പം ഇനി എന്താണ് വീണ്ടും നല്ല നല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ബൈ ബൈ.